التمسك بالأثر نجاه. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഖത്റുന്നത ക്ലാസ് തുടരുകയാണ്. ഇനി ആറാമത്തെ നോക്കാം. സുമ്മ നൗഉ സാദിസു മിനൽ മആരിഫി, മഅരിഫകളുടെ കൂട്ടത്തിൽ നിന്നും ആറാമത്തെ നൗ അൽ മുദാഫ്, മുദാഫാൻ ഇലാ വാഹിദിൻ മിമ്മാ ദുക്കിറ, പറയപ്പെട്ടതിൽ നിന്നുള്ള ഒന്നിലേക്ക് ഒന്നിലേക്ക് എന്ത് ചെയ്യുക, ഇദാഫത്ത് ചെയ്യുക. അൽ മുദാഫു മുദാഫാണ് ഇലാ ചേർക്കപ്പെട്ടതാണ് ഇലാ വാഹിദിൻ, ഒന്നിലേക്ക്, മിമ്മാ ദുക്കിറ പറയപ്പെട്ടതിൽ നിന്ന്. ഇനി അമാക്ക് ബയാൻ, പറയപ്പെട്ടത് നമ്മൾ മുമ്പ് പഠിച്ചത് അതെന്തിനാൽ, മിനൽ ഹംസത്തിൽ മുത്തഖദ്ദിമ, കഴിഞ്ഞു പോയ മുൻകടന്നതായ അഞ്ചിനാൽ, ഹംസയാൽ. അതേതൊക്കെ വരിക അപ്പോൾ, ബമീറിലേക്ക്, അലമിലേക്ക് ഇദാഫത്ത് വരിക, ഇസ്മി ഷാറയിലേക്ക്, പിന്നെ ഇസ്മൗസൂലേക്ക്, അല്ലുള്ളയിലേക്ക്. മനസ്സിലായോ? അതാ പറഞ്ഞത്. അതാണ് ക ഗുലാമീ, കണ്ടോ, ആറഫായ ദമീറിലേക്ക്. പിന്നെ വ ഗുലാമി സൈദിൻ, സൈദിൻ്റെ ഗുലാം മാരിഫൽക്ക്, വ ഗുലാമി ഹാദ ഇഷാറയിലേക്ക്, വ ഗുലാമില്ലദി ഫിദ്ദാരി അത് മൗസൂലേക്ക്, വ ഗുലാമിൽ ഖാദി അല്ലുള്ളയിലേക്ക്, ദുല്ലദാത്തുള്ളയിൽ. കണ്ട, അതാണ് അൽ മുദാഫില വാഹിദി മിമ്മാ ദുക്കിറ, പറയപ്പെട്ടതായ ഒന്നിൽ നിന്നുള്ള ഒന്നിലേക്ക് ഈ മുദാഫ ചേർക്കപ്പെട്ടത്. അതെന്തിനാൽ മില്ല ഹംസത്തിൽ മുത്തബയാനത് മിമ്മാ മാക്ക്, അതാണ്. വഹുവ, ഇങ്ങനെ ഈ ചേർക്കപ്പെട്ട് അതുണ്ടല്ലോ, ഇങ്ങനെ ചേർക്കപ്പെടുന്നത് ഈ മുദാഫ്, വഹുവ അത് ഫി റുതുബത്തി താരീഫി, താരീഫിൻ്റെ റുതുബ. നമ്മൾ പറഞ്ഞില്ലേ, ഇതിപ്പോൾ റുതുബ അനുസരിച്ച് നമ്മൾ ഇങ്ങനെ പറഞ്ഞു വരുന്നത് മാരിഫൻ്റെ നൗഅകൾ എന്നതുപോലെ തന്നെ ഇബാഫത്തിനും അതിൻ്റെ താരീഫിൻ്റെ റുതുബ എന്താ, ഫി റുതുബത്തി താരീഫി, താരീഫിൻ്റെ റുതുബയിൽ പദവിയുണ്ട്, ആദ്യം ഇത് എന്ന നിലക്ക്. അതാ പറയുന്നത്. വഹു അത് ഫി റുതുബത്തി താരീഫി, താരീഫിൻ്റെ പദവിയിൽ, റുതുബയിൽ, ബി ഹസ്ബി മാ, ഒരു മുദാഫ് ഇലൈഹിയെ പരിഗണിച്ചുകൊണ്ടാണ്, അനുസരിച്ചാണ്. എങ്ങനത്തെ യുദാഫു, ആ മുദാഫിന് ഇദാഫത്ത് ചെയ്യപ്പെടും ഇലൈഹി, ആ മുദാഫ് ഇലൈഹിലേക്ക്. ആ മുദാഫ് ഇലൈഹിക്ക് ഇതിലേക്കാണ് ഇദാഫത്ത് ചെയ്യപ്പെടുന്നത്, അതിനനുസരിച്ചേക്ക് അതിൻ്റെ താരീഫിൻ്റെ റുതുബ. അപ്പോൾ ഫൽ മുദാഫുലിൽ ആലമി, അലമിലേക്ക് ഇദാഫത്ത് ചെയ്യപ്പെട്ടത് ഫി റുതുബത്തിൽ ആലമി, ആലമിൻ്റെ റുതുബയിലായിരിക്കും. അലമ് ബമീർ കഴിഞ്ഞിട്ടല്ലേ, ഈ ബമീറിൻ്റെ അലമിൻ്റെ ഇവിടെ ഇദാഫത്തിൽ ഒന്നാണ്, അതാണ് പറയുന്നത്. ആദ്യം നമ്മൾ മറ്റു പറഞ്ഞപ്പോൾ ആദ്യം ബമീർ പിന്നെ അലം, അങ്ങനെ പോകുന്നത്. അതുപോലെ തന്നെ വൽ മുദാഫുലിൽ ഇഷാറത്ത്, ഇഷാറത്തിലേക്കുള്ള ഇദാഫത്ത് ചെയ്യപ്പെട്ടതോ ഫി റുതുബത്തിൽ ഇഷാറ, ഇഷാറത്തിൻ്റെ റുതുബയിലായിരിക്കും. വക്കദൽ ബാക്കി അങ്ങനെ പറഞ്ഞാൽ ഇസ്മു മൗസൂലിലേക്ക് ഇദാഫത്ത് ചെയ്യപ്പെട്ടത് മൗസൂലാൻ്റെ റുതുബയിലായിരിക്കും. അങ്ങനെ വെക്കണം. ഏതൊഴികെന്നറിയാം, ഇല്ലൽ മുദാഫ് ഇല ദമീർ, ദമീറിലേക്ക് ഇദാഫത്ത് ചെയ്യപ്പെട്ടത്. ദമീറല്ല നമ്മൾ ആദ്യം പഠിച്ച അലമിനെക്കാട്ട് ആറഫ്, പക്ഷേ ഇദാഫത്തിൻ്റെ ബാബ് വരുമ്പോൾ ദമീറിലേക്ക് ഇദാഫത്ത് ചെയ്യപ്പെട്ടതും അലമിലേക്ക് ഇദാഫത്ത് ചെയ്യപ്പെട്ടതും ഒന്നാണ്. പിന്നെ അതിൻ്റെ അടി താഴേക്കാണ് ബാക്കിയുള്ള ഇങ്ങനെ വരിക, ബാക്കി മുമ്പത്തെ ഓർഡർ അനുസരിച്ച് ഇങ്ങനെ വരും. നേരെ മറിച്ച് ദമീറിലേക്ക് ഇദാഫത്ത് ചെയ്യപ്പെട്ടാൽ ശരി. ഇപ്പോൾ അതായത് എന്താ, ഉദാഹരണമായിട്ട് ബൈത്തുക്ക എന്ന് പറഞ്ഞാലും ബൈത്തു സെയ്ദിൻ എന്ന് പറഞ്ഞാലും രണ്ടും സെയിമാണ് റുത്തുബ. അസഹാബിപ്രായത്തിലല്ല, അങ്ങനെയാണ് വരിക. പിന്നെ അതിൻ്റെ സിഫത്തിൻ്റെ വിഷയത്തിലാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കുക. ഫഇന്നഹു ലൈസ ഫി റുതുബത്തിൽ മുദ്മരി, അത് ദമീറിൻ്റെ റുതുബയിലല്ല. അപ്പോൾ ദമീറിലേക്ക് ഇദാഫത്ത് ചെയ്യാൻ ദമീറിൻ്റെ റുതുബയിലല്ല. ബൽ ഹുവ, മറിച്ച് അതേതായിരിക്കും അലമി, അലമിനെ പോലെയാണ്. അത് പറഞ്ഞാൽ അലമിനെ പോലെ എന്ന് പറഞ്ഞാൽ ഐ ഫി റുതുബത്തിഹി, അലമിൻ്റെ റുതുബയിലായിരിക്കും. അപ്പോൾ ദമീറിലേക്ക് ഇദാഫത്ത് ചെയ്താലും അലമിൻ്റെ റുതുബേല എന്ന് പറയാൻ കാരണം എന്താ, അത് ബിദലീൽ സിഹത്തി ഖൗലിക, നിൻ്റെ ഖൗല് സിഹത്താണ് എന്ന ദലീൽ കൊണ്ടാണ്. ഇപ്പം മറർത്തു ബി സെയ്ദിൻ സ്വാഹിബിക, മറർത്തു ഞാൻ നടന്നു, ബി സെയ്ദ് സെയ്ദിൻ്റെ അരികിലൂടെ, സ്വാഹിബിക്ക നിൻ്റെ സ്വാഹിബായ സെയ്ദിൻ്റെ അരികിലൂടെ എന്ന് പറഞ്ഞു, സാഹിബിക്ക. ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ എന്താന്ന് പറഞ്ഞാൽ, അതായത് അസഹായ ഇബ്രാത്തിൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മാറിപ്പോതാ. ഈ അസഹായ അടിസ്ഥാനത്തിൽ സിഫത്ത് മൗസൂഫിനേക്കാളും ആറഫാവാൻ പറ്റൂല. അങ്ങനെ പറ്റൂന്ന് പറഞ്ഞ ഇമാമികളുണ്ട്. നമ്മൾ അൽഫിയൻ്റെ ഇറാബ് പറയുന്ന നേരത്തിൽ എവിടെ വന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറ്റൂന്ന് പറഞ്ഞോലും ഉണ്ട്. അപ്പോൾ ഏതായാലും മൗസൂഫിനേക്കാൾ ആറഫ് സിഫത്താവാൻ പറ്റൂല. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ദമീറിലേക്ക് ആറഫാണ്, സമീറിലേക്ക് ഇദാഫത്ത് ചെയ്തെന്നാണ് ആറഫ്, അതിൻ്റെ താഴെയാണ് അലമയ്ക്ക് ഇദാഫത്ത് ചെയ്യപ്പെട്ടതെന്ന് പറയുമ്പോൾ, ഇപ്പോൾ മറർത്തു ബി സെയ്ദ് എന്നുള്ളതിൻ്റെ അത് മൗസൂഫാണല്ലോ, അതിൻ്റെ സിഫത്താണല്ലോ സാഹിബിക്ക, ആ സാഹിബ്. അപ്പോൾ ഈ സാഹിബ് എന്ന സിഫത്ത് എന്താ, ഈ ദമീറിലേക്കാണ്. അപ്പോൾ ഈ ദമീറിലേക്ക് ഇദാഫത്ത് ചെയ്യപ്പെട്ടത് എന്താ, അലമിൻ്റെ സ്ഥാനത്തല്ല, അലമിനേക്കാളും മുന്തിയതാണല്ലോ മുതുമർ, ദമീറിൻ്റെ മർത്തബയിൽ തന്നെയാണ് എന്ന് പറയുമ്പം, അപ്പോൾ ഇവിടെ പ്രശ്നം എന്താ, സെയ്ദ് അലമല്ലേ,
അപ്പോൾ സാഹിബുക്ക എന്നുള്ളതാണെങ്കിൽ ദമീറിലേക്ക് ഇദാഫത്ത് ചെയ്യപ്പെട്ടു. അപ്പോൾ അത് ദമീറിൻ്റെ മർത്തബയിൽ വന്നാൽ ദമീർ അലമിനെക്കാളും മുകളിലുള്ള മർത്തബല്ലേ. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം വരിക? അതാണ് ശാരിഹ് ഇവിടെ പറയുന്നത്. വലൗകാന ഫി റുതുബത്തി ദമീരി, ഈ സാഹിബിക്ക എന്നുള്ളത് മറത്തു ബി സൈദിൻ സാഹിബിക്ക എന്നുള്ളത് ദമീറിൻ്റെ റുത്തുബയിലായിരുന്നെങ്കിൽ കാലത്ത് സിഫത്താവും ആറഫ മിനൽ മൗസൂഫി, മൗസൂഫിനേക്കാൾ ആറഫായി മാറും. കാരണം മൗസൂഫ് സെയ്ദ് അലമ് താഴെ വരും, മറ്റേത് ദമീറിൻ്റെ റുത്തുബയിലെത്തിയാൽ. മനസ്സിലായി? വദാലി കഥാകട്ടെ ലാ യജൂസു അലല്ല അസഹി അഭിപ്രായത്തിൽ അത് ജായിസ് അല്ല. അപ്പോൾ അത് തെളിവ് പിടിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ സാഹിബുക്ക എന്ന് ദമീറിലേക്ക് ഇദാഫത്ത് സാഹിബിക്ക ഒറ്റക്ക് വരുമ്പോൾ സാഹിബുക്ക ദമീറിലേക്ക് ഇദാഫത്ത് ചെയ്താലും അലമിൻ്റെ പദവിയിലായി വരും. അപ്പോൾ പ്രശ്നമല്ല. അപ്പോൾ സിഫത്തും മൗസൂഫും ഒരേ റുത്തുബാവും. സെയ്ദ് അലമാണ്, സാഹിബ് അലമിൻ്റെ പദവിയിലെ റുത്തുബയിലാണ് വരിക. അപ്പോൾ രണ്ടും ഒരേ ലെവലാവും, റുത്തുബാവും. അപ്പോൾ ആറഫിൻ്റെ പ്രശ്നം വരൂല. അപ്പോൾ അത് ആ നിലക്കാണ് പറഞ്ഞത്. എന്നാൽ ഈ അസഹാഭിപ്രായം എന്നറിയില്ലേ, അതല്ലാതെ പറഞ്ഞവരുണ്ട്. ഞാൻ അത് നമ്മളെ അൽഫിയൽ ഇറാബ് പറയുന്ന ആ ബാബിൽ പറയുന്ന ഇടത്തിൽ നമ്മൾ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറ്റും എന്ന് പറഞ്ഞവരുണ്ട്. ഏതായാലും അത് കൂടെ മനസ്സിലാക്കുക. അതോട് ഇൻഷാ അല്ലാഹ് നമ്മളെ മാരിഫൻ്റെ ഇനങ്ങൾ അത് കഴിഞ്ഞു. ഇതോടുകൂടി അത് നമ്മൾ പറഞ്ഞു. ഇദാഫത്ത് ചെയ്യുക എന്നുള്ളത് ഈ അഞ്ചെണ്ണ ഇദാഫത്ത് അതിൻ്റെ റുത്തുബ വ്യത്യാസമുണ്ട്. അതിൻ്റെ ഏത് മുദാഫിലേക്ക് അനുസരിച്ചായിരിക്കും അതിൻ്റെ റുത്തുബ. അപ്പോൾ അലമിൽക്കാണെങ്കിൽ അലമിൻ്റെ റുത്തുബയിൽ, ഇഷാറത്താണ് ഇഷാറത്തിൻ്റെ റുത്തുബയിൽക്ക്, മൗസൂലിൽക്കാണ് മൗസൂലിൻ്റെ റുത്തുബയിൽക്ക് എന്ന് വരും. നേരെ വെച്ച് ദമീർ മാത്രം മാറ്റുണ്ട്. ദമീറിലേക്ക് ഇദാഫത്ത് ചെയ്താലും ആ മുദാഫ് എന്തിൻ്റെ റുത്തുബയിലേ വരും? മുദ്ബറിൻ്റെ റുത്തുബയിൽ വരില്ല, മറിച്ച് അലമിൻ്റെ റുത്തുബയിലേ വരും എന്നറിച്ചു. ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.